blessing today. വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അഹമ്മദാബാദിൽ നിന്നുള്ള ഒരു കുടുംബമാണ്. പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത ആ കുടുംബത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നീ കൊടുത്ത എല്ലാവിധമായ അനുഗ്രഹങ്ങൾക്കായി, നന്മകൾക്കായി ഞങ്ങൾ ആ കുടുംബത്തെ ഇപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവികമായ അനുഗ്രഹങ്ങൾ ആ കുടുംബത്തിൽ വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങളിലേക്ക് ദൈവികമായ നന്മകളും അനുഗ്രഹങ്ങളും വന്നു ചേരട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി അവർ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും അങ്ങ് മറുപടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനോട് വ്യക്തമായി പറയുന്ന ഒരു വചനം ഇതാണ്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതുകൊണ്ട് എന്തെല്ലാമോ നന്മകൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകാനായി പോകുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആ കുടുംബത്തെ ഒരിക്കൽ കൂടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവികമായ എല്ലാ നന്മകളും അവരുടെ മേൽ ഞങ്ങൾ ഇപ്പോൾ ചൊരിഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ബ്ലെസ്സിംഗ് ടുഡേയുടെ പേരിൽ എല്ലാ പ്രേക്ഷകരോടും ഒപ്പം കർത്താവായ യേശുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹത്തെയും നന്ദിയെയും ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ തൊട്ടിരിക്കുന്ന എല്ലാ സംരംഭങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വീണ്ടും ബ്ലെസ്സിംഗ് ടുഡേ മെഗാ ഫെസ്റ്റിവൽ റിപ്പോർട്ട്സുമായിട്ടാണ് ഞങ്ങൾ 3 പേരും ഇന്ന് നിങ്ങളോട് കൂടെ ആയിരിക്കുന്നത്. ഇനി ശനിയാഴ്ച ദിവസത്തെ, എനിക്കൊന്ന് 3ാമത്തെ ദിവസത്തെ ആദ്യത്തെ സെഷൻ, രാവിലത്തെ സെഷൻ, ആ ശനിയാഴ്ച ദിവസത്തില് ഉണ്ടായിരുന്ന ആരാധന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയായിരുന്നു. ആളുകളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അതിന് ശേഷം പറഞ്ഞത് ശരിക്കും സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വന്ന പോലത്തെ ഒരു അനുഭവമായിരുന്നാണ് പലരും ആ സമയത്തെ പറ്റി പറഞ്ഞത്. അതെ, സത്യത്തിൽ അത്രയും വലിയ ഓസം ഗാഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഭയങ്കരനായ സർവശക്തനായ ദൈവത്തെ ജനം ഒരുമിച്ച് ചേർന്ന് ആരാധിച്ചത്. ബ്രദർ ഡാമിൽ ലീഡ് ചെയ്തിരുന്ന ഒരു ആരാധനാ സെഷൻ നമുക്ക് ഇപ്പോൾ ഈ സമയത്ത് കാണുകയല്ല, സത്യത്തിൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ആരാധിച്ച് നമുക്ക് തിരിച്ചു വരാം. In wisdom, power, God is an awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power. Our God is an awesome God. He reigns from heaven above with wisdom, power, and God is an awesome. One more time. God is an awesome God. He reigns from heaven above with wisdom, power. God is an awesome God. God is an awesome God. He reigns from heaven above with wisdom, power. അടുത്തതായി നമ്മളൊരു വലിയൊരു ടെസ്റ്റിമണി, ഒരു ചെറിയ ടെസ്റ്റിമണി എന്ന് പറയാൻ പറ്റില്ല, അതിന് ഒരു വലിയൊരു ടെസ്റ്റിമണിയാണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. അത് സത്യത്തില് കാഞ്ഞങ്ങാട് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വന്ന് ടെസ്റ്റിഫൈ ചെയ്ത കാർത്തികേയൻ അതുപോലെ ശുഭ എന്ന് പറയുന്ന ദമ്പതികളുടെ ഒരു സാക്ഷ്യമാണിത്. അന്ന് കാഞ്ഞങ്ങാട് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് നിങ്ങളിപ്പോൾ കാണാനായിട്ട് പോകുകയാണ്. ബ്രദർ, ഈ നിൽക്കുന്ന സഹോദരന്റെ പേര് കാർത്തികേയൻ എന്നാണ്. തന്റെ ഭാര്യയാണ് തന്റെ സൈഡിൽ നിൽക്കുന്നത്. ഇദ്ദേഹത്തിന് 20 വർഷമായുണ്ടായിരുന്ന ഈ എല്ല് തേയ്മാനം വന്ന ഇടുപ്പിൽ തേയ്മാനമായിരുന്നു. ഇദ്ദേഹം ഡോക്ടറെ കാണിച്ച് എക്സ്റേ എടുത്തു. അപ്പൊ ഡോക്ടർ പറഞ്ഞ എല്ല് തേയ്മാനത്തിന് പരിഹാരമില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. എല്ല് തേയ്മാനത്തിന് പരിഹാരമില്ല. നിങ്ങൾ ഇത് വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനാ ഡോക്ടർ പറഞ്ഞു വിട്ടെ, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ. ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ബ്ലെസ്സിംഗ് ടുഡേ 2011 ഡിസംബർ മാസം, കഴിഞ്ഞ വർഷം ഡിസംബർ മാസം 21-ാം തീയതി ബ്ലെസ്സിംഗ് ടുഡേയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ പേര് വിളിച്ചു പറഞ്ഞു. അന്നേരം ഇദ്ദേഹത്തിനുള്ള എല്ലാ പ്രശ്നങ്ങളും ബ്രദർ പറഞ്ഞു എന്നാ പറയുന്നത് ടിവിയിലൂടെ.
അതിനുശേഷം ഇദ്ദേഹം പറയുന്നത്, ഞാനിപ്പോൾ ചെങ്കലെല്ലാം വെച്ച് ചെങ്കല് പൊക്കി വെച്ച് പണിയെടുക്കുന്നു, എനിക്കൊരു കുഴപ്പമില്ല, തന്നെ എല്ലാം ചെയ്യാൻ പറ്റുന്നു, ഇപ്പൊ ഇത്രയും ദിവസമായിട്ട് ഞാൻ പണിക്ക് പോകുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. കർത്താവ് പൂർണ്ണമായും 20 വർഷമായുള്ള തന്റെ ആ ഇടിപ്പല്ലിന്റെ തേയ്മാനം മാറ്റി ദൈവം സൗഖ്യം കൊടുത്തു. മാത്രമല്ല ഈ ഒരു കുടുംബത്തെ മുഴുവൻ, ഈ സഹോദരിയോട് ചോദിച്ചപ്പോൾ ഈ സഹോദരി കരയുകയായിരുന്നു. ഒന്ന് പറഞ്ഞേ, ആ ഇടുപ്പലിന്റെ ആ തേയ്മാനം ഉണ്ടായ സമയത്ത് വീട്ടിലെ ബുദ്ധിമുട്ടുകൾ എന്തായിരുന്നു? തേയ്മാനം പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ തന്നെ വേണ്ടു, പണിയൊന്നും എടുക്കാൻ പറ്റില്ല, ഇങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ മുമ്പോട്ട് പോകേണ്ടി വരും. പിന്നെ പ്രഷറും ഉണ്ടായിരുന്നു, ഷുഗറും ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ യേശു കർത്താവിനെ നോക്കി തന്നെ എല്ലാ കാര്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് യേശുവിൽ വിശ്വാസം വിശ്വാസമുണ്ട്. എന്നിട്ട് ദൈവം കർത്താവ്, എനിക്ക് ഒന്നും അറിയില്ല ലോകത്തിനെ കുറിച്ച്, എന്നാൽ യേശു കർത്താവിലേക്ക് എൻ്റെ ഭാരെല്ലാം ഏൽപ്പിച്ചു ഞാൻ തരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പലപ്പോഴും വേദന കൊണ്ട് എഴുന്നേക്കാൻ പറ്റാതെ കിടക്കുമ്പോൾ ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കലുണ്ടായിരുന്നു. എന്നാൽ യേശു കർത്താവിനെ കുറിച്ച് ഏട്ടന് വിശ്വാസം പൂർണ്ണ ഉള്ളിലുണ്ടെങ്കിൽ പുറത്ത് കാണിക്കാതെ അങ്ങനത്തെ രീതിയിൽ. എന്നിട്ട് ആശുപത്രിയിൽ ആ സമയത്ത് കിടന്നുകൊണ്ടായിരുന്നു നമ്മൾ വീട്ടിലേക്ക് വന്നത്. അപ്പൊ വീട്ടിൽ വന്ന് പിറ്റേ ദിവസം രാവിലെ എല്ലാപ്പോഴും നമ്മൾ ദിവസം ഇങ്ങനെ കുറച്ച് ഒരു 1.5 വർഷം കൊണ്ട് ഈ ഒരു പരിപാടി കാണലുണ്ടായിരുന്നു. എന്നിട്ട് ആ പരിപാടി കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അടുക്കളയിൽ പണിയെടുക്കുമായിരുന്നു. അന്നേരം ഏട്ടൻ്റെ പേരും കാർത്തികേയൻ, നിങ്ങളുടെ സഹോദരൻ യേശു കർത്താവ് തൊടുന്നുണ്ട്, നിങ്ങളുടെ നടുവേദന യേശു കർത്താവ് മാറ്റി തരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടി വന്ന് നിന്നുകൊണ്ട്, കർത്താവ് നിങ്ങളെ പേര് ചൊല്ലി വിളിച്ചു കഴിഞ്ഞു, ഇനി ദൈവം നിങ്ങൾക്ക് സൗഖ്യം തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ദൈവത്തിന് അവിടെ നിന്നുകൊണ്ട് കരഞ്ഞു സ്തുതിച്ച് ദൈവത്തിനെ മഹത്വപ്പെടുത്തുകയായിരുന്നു. എന്റെ ദൈവം വലിയ ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് ഈ ടിവിയിലൂടെ ഇത് കേട്ട ശേഷം പിന്നെ എങ്ങനെയാ സൗഖ്യം കിട്ടിയതോ? അതിനുശേഷം എപ്പോഴാണ് പണിക്ക് പോകാൻ തുടങ്ങിയത്? പണിക്ക് ഒരു 2 ദിവസം കഴിഞ്ഞ അവിടെ തന്നെ പോയി. ബെൽറ്റ് കെട്ടിക്കൊണ്ടായിരുന്നു പോയത്. ഞാൻ പറഞ്ഞു ചിലപ്പം വേദന വന്നെങ്കിലും പറഞ്ഞു ബെൽറ്റ് എടുത്ത് കെട്ടിക്കൊണ്ട് എന്നെ പോയിക്കോ പറഞ്ഞു. ഒരു മുൻകരുതലായിട്ട് ബെൽറ്റ് കെട്ടിക്കൊള്ളാം. എന്നിട്ട് ബെൽറ്റ് കെട്ടിയപ്പോൾ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും എന്ന് പറഞ്ഞിട്ട് എടുത്തങ്ങ് മാറ്റാൻ നിന്ന് ഈ നിമിഷം വരെ ആ ബെൽറ്റ് എടുത്ത് കെട്ടേണ്ടത് ദൈവം തന്നിട്ടില്ല. ദൈവം പൂർണ്ണ സൗഖ്യം തന്നു. ദൈവത്തിന് സ്തോത്രം. ബെൽറ്റ് കെട്ടുമ്പോൾ സ്വസ്ഥത ഉണ്ടാകുന്നതിന് പകരം അസ്വസ്ഥത ഉണ്ടാകും. അതിന്റെ അർത്ഥം സൗഖ്യം അതിനു മുമ്പ് അവിടെ നടന്നു കഴിഞ്ഞിരുന്നു. ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ബെൽറ്റ് നേരത്തെ കെട്ടുമായിരുന്നു, മരുന്നും കഴിക്കുമായിരുന്നു, ബെൽറ്റ് പറിച്ചു കീറി കളഞ്ഞു എന്നാ പറഞ്ഞത്. അതിന് ശേഷം കാർത്തികേയനുണ്ടായ അപ്പൊ ഈ പേര് പറഞ്ഞു, ആദ്യം സംശയിച്ചു എന്നല്ലേ പറഞ്ഞത്? രാമചന്ദ്രന്റെ മകൻ കാർത്തികേയൻ അല്ലേ? സംശയിച്ചു, അതിനുശേഷം പിന്നെ വിശ്വസിച്ചോ? വിശ്വസിക്കാതെ വേറെ നിവൃത്തിയില്ല. എന്താ കാര്യം? വിശ്വസിക്കേണ്ട കാര്യമില്ല. വിശ്വസിക്കാതെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വിശ്വസിച്ചു പോയി. കുഞ്ഞുനാൾ മുതലേ ഒരു ദൈവങ്ങളെയും വിശ്വസിക്കൂല. അങ്ങനെ ആയിരുന്നു. ശരിക്കും യുക്തിവാദി സംഘടനയിൽ മെമ്പർഷിപ്പ് എല്ലാം ഉണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ യുക്തിവാദി സംഘടനയിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സംശയിച്ചതിൽ വലിയ എന്നോട് സുഹൃത്തുക്കൾ ചോദിക്കുമ്പോൾ പറയും, ലോകത്ത് എത്ര കോടി ദൈവങ്ങളുണ്ടെങ്കിലും 30 കോടി ദൈവങ്ങളുണ്ടെന്ന് ഒരു വിഭാഗവും ഉണ്ടെങ്കിലും എനിക്ക് ഈ മണ്ണിലേക്ക് ജന്മം തന്നത് എൻ്റെ അച്ഛനും അമ്മയും മാത്രമാണ്. അവരാണ് എൻ്റെ ദൈവം. അച്ഛനും അമ്മയാണ് ദൈവം. വേറെ ഒരു ദൈവത്തിലും വിശ്വസിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ ഇടുപ്പലിന്റെ ആ സൗഖ്യം അതിനുശേഷം എങ്ങനെയാ തിരിച്ചറിഞ്ഞത്? ഈ പേര് വിളിച്ചു, അതിനുശേഷം ഞാൻ അന്നേരം തന്നെ എഴുന്നേറ്റ് നടന്നു. എനിക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ ഇരിക്കണമെങ്കിൽ ഒരാൾ പിടിക്കണം. എണ്ണിക്കുമ്പോൾ വാതിൽ അടക്കൂല, ചാരിയിടും. വൈഫ് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവരും, അല്ലെങ്കിൽ മക്കൾ വരും. അപ്പൊ തന്നെ എഴുന്നേറ്റ് പോയി നോക്കട്ടെ. അപ്പൊ സംശയിച്ച് തന്നെയാ പോയത്. സംശയിച്ചാണെങ്കിലും ഒന്ന് പരീക്ഷിച്ചു പോയി. ബാത്റൂമിലൊക്കെ പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നിട്ട് അയൽവക്കത്തുള്ള വീട്ടുകാരെ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു. ഇതുവരെ ജോലിക്കെല്ലാം പോകുന്നുണ്ട്. എല്ലാം പോകുന്നുണ്ട്. നേരത്തെ ഈ വെട്ടുകല്ലെടുത്ത് പണി എടുക്കില്ലായിരുന്നു, ഇപ്പം അത് എടുക്കുന്നുണ്ട്. ഇപ്പൊ വെട്ടുകല്ലെടുത്ത് പണി തുടങ്ങി. ഞാനിത് 20 വർഷം എന്ന് വെച്ചാൽ അത്രയ്ക്കും 20 വർഷമായിട്ട് 20 വർഷം 48 വയസ്സായി. 20 വർഷമായി എൻ്റെ അപ്പോൾ 28ാമത്തെ വയസ്സ് തുടങ്ങിയതാണ് ഈ സംഭവം. അപ്പൊ ഈ 20 വർഷമായിട്ടുണ്ടായിരുന്ന രോഗമാണ് കർത്താവ് ആ പേര് പറഞ്ഞു ഒറ്റ നിമിഷം കൊണ്ട് സൗഖ്യമാക്കി. ബ്ലെസ്സിംഗ് ടുഡേയുടെ മെഗാ ഫെസ്റ്റിവലിൽ എറണാകുളം ബ്ലെസ്സിംഗ് സെന്ററിൽ സത്യത്തിൽ ഈ കാർത്തികേയനും ഭാര്യ ശുഭയും എത്തിച്ചേർന്നിരുന്നു. അവർ രണ്ടുപേരും ഈ സ്റ്റേജിലേക്ക് വന്ന് അവരുടെ അനുഭവ സാക്ഷ്യം അവർ പങ്കുവെച്ചു. ആ സമയത്ത് അത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും, ഞാൻ ഉൾപ്പെടെ, കണ്ണുകൾ ഈർണണിയിക്കുന്ന ഒരു അനുഭവമായിരുന്നു. അദ്ദേഹം തന്നെ സ്റ്റേജിൽ നിന്ന് കരയുമായിരുന്നു. അതെ, കാരണം അവരുടെ ജീവിതത്തിൽ അവർ ആ രോഗം മുഖാന്തരം 20 വർഷത്തോളം താൻ രോഗം മുഖാന്തരം അനുഭവിച്ച കഷ്ടതകൾ. അത് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് ജോലിക്ക് ആരും വിളിക്കില്ലായിരുന്നു.
ഒരു മേസ്തിരിയായിട്ട് അദ്ദേഹത്തിന് കീഴിൽ ഒത്തിരി ആളുകൾ ജോലി ചെയ്തിരുന്നു. അവസാനം ജോലിക്ക് ആരും വിളിക്കാതെയായി, മരുന്നിനു വേണ്ടി എല്ലാം പണമെല്ലാം ചെലവഴിച്ച് വളരെയധികം എന്താ പറയുക, ഒരു ദരിദ്രാവസ്ഥയിലൂടെ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ അവര് പോയ ഒരു ചരിത്രം. മാത്രമല്ല അദ്ദേഹത്തിന്റെ മകൻ നന്നായി പഠിക്കുന്ന ഒരു കുട്ടി, അതിന് പഠനം പൂർത്തിയാക്കാൻ പറ്റാതെ കുടുംബം പോറ്റുന്നതിന് വേണ്ടി ജോലിക്ക് പോകേണ്ടി വന്നു. അത് വളരെ വിഷമകരമായ ഒരു കാര്യമാണ്, വളരെ പരിതാപകരമായ രീതി നമുക്കങ്ങ് തോന്നി. പക്ഷെ ഇന്ന് ആ കുഞ്ഞ് നന്നായി പഠിക്കുന്നു, നല്ല രീതിയിൽ അവരെല്ലാം സെറ്റിൽഡ് ആയി. അത് മാത്രമല്ല കാർത്തികേയൻ വളരെ വലിയ ഉപദേശങ്ങളൊക്കെ നിങ്ങൾക്ക് തരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് കാർത്തികേയൻ പറഞ്ഞ വാക്കുകൾ എന്തായിരുന്നു, എന്തൊക്കെയായിരുന്നു എന്നുള്ളത് കേൾക്കാൻ നിങ്ങൾക്കൊരു ആകാംക്ഷ തോന്നുന്നില്ലേ? ഈ സമയത്ത് കാർത്തികേയന്റെ വാക്കുകൾ തന്നെ നമുക്ക് ഒരിക്കൽ കൂടെ കേൾക്കാം. എനിക്ക് ശുഭയോടാണ് ചോദിക്കാനുള്ളത്. ശുഭ, അന്ന് ഈ കാർത്തികേയന്റെ നിലപാട് എന്തായിരുന്നു? അന്ന് ബ്രദർ ഡാമിയൻ ആ ബ്ലെസ്സിങ് ടുഡേയിൽ ആ പ്രോഗ്രാമിൽ അത് പറയുന്ന സമയത്ത് കാർത്തികേയന്റെ അന്നത്തെ രീതികൾ എന്തായിരുന്നു എന്ന് പറയാമോ? പിന്നെ അന്ന് ബ്രദർ പറയുന്ന സമയത്ത് പറഞ്ഞു, പുതിയ അടവുമായിട്ട് ഒരു വ്യക്തിയും കൂടി വന്നിറങ്ങിയിട്ടുണ്ട്, നോക്ക് ഇങ്ങനെയാ പറയുന്നെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, അല്ല, യേശു കർത്താവ് നിങ്ങളെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പേര് ചൊല്ലി വിളിക്കുന്നത്. പക്ഷെ ഇനി നിങ്ങൾ അത് മാറി നിൽക്കാൻ പാടില്ല, വിശ്വസിക്കുക, ദൈവം തീർച്ചയായും നിങ്ങൾക്ക് സൗഖ്യം തരും എന്ന് പറഞ്ഞു. അത് അന്നേരം തന്നെ എഴുന്നേറ്റ് നിന്ന് നോക്കി ദൈവം സുഖം തന്നിട്ടുണ്ടായിരുന്നു. ഓ പ്രൈസ് ഗോഡ്. ഭാര്യയുടെ നിർബന്ധത്തിലാണ് അന്ന് സത്യത്തിൽ അത് വിശ്വസിച്ചത്. കാർത്തികേയൻ അത് വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം അത് യുക്തിവാദിയായിരുന്നു എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ കേട്ടു. അതൊന്ന് പറയാമോ ആ കാര്യങ്ങൾ, എന്തുകൊണ്ടാണത്? കുഞ്ഞുനാൾ മുതലേ എനിക്ക് ഒരു ദൈവങ്ങളെയും വിശ്വാസമില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ സ്ക്രീനിൽ കണ്ടതുപോലെ തന്നെ വിശ്വാസമില്ല. എൻ്റെ അച്ഛനമ്മയും മാത്രമാണ്, മറ്റൊരു ദൈവം അതിനു മേലെ ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ ഉദരത്തിലിരിക്കുമ്പോ ഈ ഒരു സൗഖ്യത്തിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ, കാർത്തികേയന്റെ ജീവിതത്തിൽ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ വന്ന വ്യത്യാസം എന്താണ്? അതൊന്ന് പറയാമോ? വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറേ അനുഗ്രഹങ്ങൾ ദൈവം കോരി തന്നു. ഈ സൗഖ്യം ലഭിച്ചിട്ട് 2 മാസം കഴിയുന്നതിന് ശേഷം തന്നെ ലോണ് കടം കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ മാറിപ്പോയി. ദൈവം അതിശയകരമായിട്ട് അത് മാറ്റി തന്നു. പിന്നെ രോഗിയെ കിടന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സമയത്തുള്ള ബുദ്ധിമുട്ടൊക്കെ ദൈവം ഈ നിമിഷം വരെ നല്ല വലിയ രീതിയിൽ തന്നെ അത് മാറ്റി തന്നു. ജോലിക്ക് പോകാനായിട്ട് ദൈവം സഹായിച്ചു. ഇന്ന് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ദൈവത്തെ സ്തുതിച്ച് പാടി മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. 2 മക്കളുണ്ട് നിങ്ങൾക്കല്ലേ? 2 ആൺകുട്ടികളുണ്ട്, നന്നായി പഠിക്കുന്ന ആൺകുട്ടികളാണ്. ഇദ്ദേഹത്തിന് അസുഖമായിരുന്ന സമയത്ത് വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കാതിരുന്ന സമയത്ത് ചില കാര്യങ്ങൾ നടന്നു എന്നോട് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഇത് പ്രാർത്ഥിച്ചു, പക്ഷെ അന്നേരം ഏട്ടന് പണി പോകാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നത് കൊണ്ട് എൻ്റെ മൂത്തമ്മ കുറച്ച് ഈ വീട്ടിലത്തെ ഭാരങ്ങളെല്ലാം കണ്ടിട്ട് തന്നെ ഞാൻ പണിക്ക് പോവാൻ വിഷമിക്കണ്ട പറഞ്ഞിട്ട് അവൻ തന്നെ ആരോടൊന്നും പറയാണ്ട് തന്നെ പണിക്ക് പോയിട്ട് വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥി അവസാനം സ്കൂളിൽ പോകാതെ അപ്പൻ അസുഖമായതുകൊണ്ട് വീട് പുലർത്താൻ വേണ്ടി അവൻ ഈ വെട്ടുകല്ല്, നേരത്തെ പറഞ്ഞ ഇത് പറയുമ്പോൾ 2 പേരും ഇവിടെ ഇരുന്ന് കരയാണ്, അവൻ വെട്ടുകല്ല് ചുമക്കാൻ പോയിരുന്നു. അത്രത്തോളം ദാരുണമായ ഒരു അവസ്ഥയായിരുന്നു ആ കുടുംബത്തിൻ്റെത്. പക്ഷെ യേശു വന്നപ്പോൾ ഇന്ന് ആ ഭവനത്തിൻ്റെ അകത്ത് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, ഐശ്വര്യമുണ്ട്. ഹല്ലേലൂയ. കാർത്തികേയൻ, ഇതിനുശേഷം എന്താണ് വന്നിട്ടുള്ള വ്യത്യാസം? ശരീരത്തിൽ വന്നിട്ടുള്ള വ്യത്യാസം, ജോലിയിൽ വന്നിട്ടുള്ള വ്യത്യാസം. ഞാൻ നേരത്തെ കേട്ടുവല്ലോ ജോലിക്ക് ആരും വിളിക്കില്ലായിരുന്നു. ഇപ്പൊ എങ്ങനെയാണ് ജോലി പോകുന്നത്? ജോലിക്ക് ആരും വിളിക്കാറില്ല. എനിക്ക് എഞ്ചിനീയേഴ്സ് വർക്ക് തരുമായിരുന്നു, പിന്നെ എഞ്ചിനീയർമാരെ എന്നെ ഒഴിവാക്കി. കാരണം അയാൾക്ക് പണിയെടുത്ത് അയാൾ ചെയ്യില്ല, സൈറ്റ് സന്ദർശിക്കുന്നില്ല. അപ്പോൾ പിള്ളേരെ കൊണ്ടുവന്നിട്ട് ആ പണിയെടുക്കുക, അത് ഒലപ്പായിരിക്കും. അതുകൊണ്ട് എന്നെ ഒഴിവാക്കി. വേറെ ആരുടെ കൂടെയും പണിക്ക് പോകാൻ ശ്രമിച്ചു. ആദ്യം കാർത്തികേയൻ എങ്ങനെയാണ്? ആരുടെങ്കിലും കീഴിൽ ജോലി ചെയ്യുമായിരുന്നോ അതോ സ്വന്തമായിട്ട് ചെയ്യുമോ? സ്വന്തമായി. എനിക്ക് 10-20-ലധികം ട്രിവാൻഡ്രത്തുള്ള പിള്ളേർ പണിക്കുണ്ടായിരുന്നു. അവരെല്ലാവരും ഇപ്പൊ എന്നേക്കാൾ വലിയ മേസ്ത്രിയായി. അസുഖം വന്നു കഴിഞ്ഞപ്പോ അവരൊക്കെ വിട്ടുപോയി, അവരൊക്കെ വലിയ മേസ്ത്രിമാരായി. ഓക്കെ, എന്നിട്ട് ഇപ്പൊ എന്താണ് വ്യത്യാസം? ഇപ്പൊ കുറച്ചാള് എന്നെ മനസ്സിലാക്കി, ദൈവകൃപ കൊണ്ട് അവര് തിരിച്ചു വന്നു. ഓ, ഇന്നിപ്പോ വീണ്ടും കാർത്തികേയൻ പണിക്കാരനല്ല, കാർത്തികേയൻ ഒത്തിരി ജോലിക്കാരെ വെച്ച് നടത്തുന്ന ഒരു മേസ്തിരിയായിട്ട് മാറിയിരിക്കുകയാണ്. വലിയ സന്തോഷം. ഈ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ, ഈ ഒരു മെഗാ ഫെസ്റ്റിവലിൽ പയ്യന്നൂരിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് താമസിച്ചതിനും ഞങ്ങളോട് കൂടെ സമയം ചിലവഴിച്ചതിനും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഈ സാക്ഷ്യം കേൾക്കുന്നവരിൽ ഒരു വലിയ വിടുതലും അനുഗ്രഹവും ഉണ്ടാകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആൻറ്റി, നമ്മളിനി ബ്രദർ ഡാമിൻ്റെ സന്ദേശമാണ് കാണാൻ പോകുന്നത്. ശനിയാഴ്ച രാവിലെ പൗലോസിന്റെ വീക്ഷണത്തിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ജീവിതത്തെക്കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള ഡെഫിനിഷനുകളാണ് ബ്രദർ ഡാമിയൻ ശനിയാഴ്ച രാവിലെ നൽകിയ സന്ദേശം. അതെ, ആ ഒരു സന്ദേശത്തിന്റെ ചില ഭാഗങ്ങൾ
മുഴുവനുമായി കാണാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം നമ്മുടെ മുൻപിൽ ചെറിയൊരു സമയമുള്ള അദ്ദേഹം 1-1.5 മണിക്കൂർ സമയമെടുത്ത് സംസാരിച്ച വചനമായിരുന്നു അത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഈ സമയത്ത് നമുക്ക് കാണാം. 2 Corinthians chapter 5. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് ഇപ്പോൾ ബൈബിളുകൾ തുറന്നു വരുന്നാലും Verse number 1. അതിന്റെ 5-ന്റെ 1-ാമത്തെ വചനം. Paul says, പൗലോസ് പറയുകയാണ്, for we know that if our earthly house, this tent, is destroyed, we have a building from God, a house not made with hands, eternal in the heavens. ഞങ്ങളുടെ ഭൗമിക കൂടാരം അഴിഞ്ഞു പോയാൽ മനുഷ്യകരങ്ങളാൽ നിർമ്മിതമല്ലാത്ത നിത്യഭവനമായി ദൈവിക ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. My God, everything changes when you receive revelation about life. നിങ്ങൾ ജീവിതത്തെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ചു കഴിയുമ്പോൾ സകല കാര്യങ്ങൾക്കും മാറ്റം ഭവിക്കുകയാണ്. All your worries will be blown away when you receive a greater revelation about your life from the author of life. ജീവിതത്തിന്റെ ദാതാവായുള്ള ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ജീവിതത്തെ കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങൾ പ്രാപിച്ചു കഴിയുമ്പോൾ ഇന്ന് നശ്വരമായ ജീവിതത്തെ കുറിച്ചുള്ള സകല ആകുലതകളും നിങ്ങളെ വിട്ടുപോകും. Hallelujah. Hallelujah. Okay, even though Paul is using some technical terms from his profession, from his business, he is throwing light into a greater truth and revelation about our life. നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള വ്യക്തമായ യാഥാർത്ഥ്യമുള്ള ചില സത്യങ്ങൾ പൗലോസ് ഈ വാക്കുകളിലൂടെ ഇവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. Hallelujah. Hallelujah. Now, can you give me an answer? What does he mean by this tent here? ഇവിടെ ഈ കൂടാരം എന്ന് ഈ 5-ാം അധ്യായത്തിൽ വായിക്കുന്ന earthly house, this tent, what do you mean by that? ആ ഒരു ഭൗമിക കൂടാരം എന്നൊക്കെ പറഞ്ഞ് നാം ഈ വായിച്ച ഈ കൂടാരം എന്ന വാക്ക് പൗലോസ് എന്ത് കാര്യത്തിലാണ് അർത്ഥമാക്കുന്നത്? This is about our body. നമ്മുടെ ശരീരമാകുന്ന ഭൗമിക കൂടാരം. Paul says, I am right now living in a tent. പൗലോസ് പറയുകയാണ്, ഞാൻ ഇപ്പോൾ ഒരു കൂടാരത്തിനകത്താണ് ജീവിക്കുന്നത്. See how Paul perceives about his life. തന്റെ ജീവിതത്തെ കുറിച്ചുള്ള പൗലോസിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കിക്കേ. He says, I am living in a temporary tent right now. തന്റെ ജീവിതത്തെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് വെളിപ്പാട് ലഭിച്ച പൗലോസ് പറയുന്നു, ഞാൻ ജീവിക്കുന്നത് ഒരു താൽക്കാലിക കൂടാരത്തിനകത്താണ്. But I want to pack my bags and depart. When you pack your bags, when you break your tent, that means you are going to camp in some other place. എന്നിട്ട് പൗലോസിന് അറിയാം, ഒരു ദിവസം ഈ കൂടാരം എനിക്ക് പൂട്ടി കെട്ടി മടക്കി ചുരുക്കി അടുത്തൊരു സ്ഥലത്തേക്ക്, മറ്റൊരു താമസ സ്ഥലത്തേക്ക് എനിക്ക് മാറിപ്പോകേണ്ടതായിട്ടുണ്ട്. Hallelujah. Hallelujah. When somebody says, I am losing the rope of my tent, that means he is moving from here to there, from position A to position B. ആ ഒരു വ്യക്തി പറയുകയാണ്, ഞാൻ എന്റെ കൂടാരത്തിന്റെ കയറുകൾ ഇപ്പോൾ അഴിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ വ്യക്തി ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക്, എ എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന മറ്റൊരു സ്ഥാനത്തേക്ക് അവൻ പോകാൻ തയ്യാറായി എന്നാണ് അർത്ഥം. It's just change of the place. അത് മാറ്റമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Verse number 2. For in this we groan, earnestly desiring to be clothed with our habitation which is from heaven. 2 കൊരിന്ത്യർ 5:2 ഞങ്ങളുടെ സ്വർഗീയ വാസസ്ഥാനത്തെ ധരിക്കുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഈ ഭവനത്തിൽ ഞങ്ങൾ ഞരങ്ങുന്നു. In the present tent, we are very congested and we are struggling here, but praise the Lord, God is going to give me a new tent. ഇവിടെ ഇപ്പോൾ ഞാൻ
താമസിക്കുന്ന ഈ താൽക്കാലിക കൂടാരം എന്ന് വെച്ചാൽ അധികം സ്ഥലമില്ല, ഞെരക്കങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കുറെ ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ ഞാനിത് മറ്റ് വിശാലമായ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. And the next tent is not an earthly tent. ഇനി അടുത്ത കൂടാരം എന്നുള്ളത് അതൊരു ഭൗമിക കൂടാരമല്ലവേ അല്ല. Verse number 3. If indeed having been clothed, we shall not be found naked. അത് ധരിക്കുമ്പോൾ ഞങ്ങൾ നഗ്നരായി കാണപ്പെടുകയില്ല. For we who are in this tent groan, being burdened, not because we want to be unclothed, but further clothed, that mortality may be swallowed up by life. മർത്യമായത് ജീവനാൽ ഗ്രസിക്കപ്പെടേണ്ടതിന് ഞങ്ങൾ വസ്ത്രഹീനരായിരിക്കാതെ സ്വർഗീയമായതിനെ ധരിച്ചവരായിരിക്കാൻ വാഞ്ചിക്കുന്നു. Now he who has prepared us for this very thing is God, who also has given us the Spirit as a guarantee. ഈ ലക്ഷ്യത്തിനായി ഞങ്ങളെ സന്നദ്ധരാക്കിയതും വരുവാനുള്ളതിന്റെ അച്ചാരമായി ആത്മാവെന്ന നിക്ഷേപം ഞങ്ങൾക്ക് നൽകിയതും ദൈവമാണ്. So we are always confident knowing that while we are at home in the body, we are absent from the Lord. അതുകൊണ്ട് ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ഭാരപ്പെട്ട് ഞരങ്ങുന്നു. Hallelujah. Verse number 7. For we walk by faith, not by sight. ഏഴാമത്തെ വചനം പറയുന്നു, അതുകൊണ്ട് കാഴ്ചയാലെയല്ല വിശ്വാസത്താൽ അത്രയും ഞങ്ങൾ ജീവിക്കുന്നത്. Tell your neighbor, we walk by faith, not by sight. അടുത്തിരിക്കുന്ന ആളോട് പറയൂ, കാഴ്ചയാലെയല്ല വിശ്വാസത്താലേ. ഇനി പ്രാർത്ഥനയുടെ സമയങ്ങളാണ്. സമയത്ത് രോഗികൾക്ക് വേണ്ടിയിട്ട് ബ്രദർ ഷൈജു ഇപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. യേശു, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീടുകളിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് എല്ലാവിധ രോഗങ്ങളും സൗഖ്യമാകുവാൻ തുടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ തുടങ്ങട്ടെ. കാലിൻ്റെ താഴോട്ട് എന്തൊക്കെയോ പഴുത്തിട്ട് ഇങ്ങനെ വ്രണമായിരിക്കുന്ന ആരൊക്കെയോ ഒരു പുരുഷൻ, ദൈവം നിങ്ങളെ സൗഖ്യമാക്കുന്നു. വളരെ വേഗത്തിൽ ആ വ്രണങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത് ഉണങ്ങുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ വലിയ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ഡയബറ്റിക് പേഷ്യൻസ് യേശുവിൻ്റെ നാമത്തിൽ വലിയ സൗഖ്യത്തിലേക്ക് വന്ന് ചേരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വലിയ അനുഗ്രഹങ്ങൾ കുടുംബങ്ങളിലേക്ക് വന്ന് ചേരട്ടെ. വലിയ രോഗസൗഖ്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും വന്ന് ചേരട്ടെ. ആമേൻ. കർത്താവേ, ഒരു വലിയ വിടുതൽ ഇപ്പോൾ തന്നെ രോഗികളുടെ മേൽ വന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. തീപ്പൊള്ളലേറ്റിട്ട് ഹോസ്പിറ്റലിൽ നിങ്ങളുടെ ബന്ധു കിടക്കുകയാണ്, ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. നിങ്ങൾ വളരെയധികം വേദനയോടെ ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെടാനുള്ള സാധ്യതയുടെ ശതമാനം വളരെ കുറവാണെന്ന് ഡോക്ടേഴ്സ് പറയുമ്പോൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളിപ്പോൾ വിശ്വസിക്കാൻ തുടങ്ങുക. ആ വ്യക്തി ജീവനിലേക്ക് മടങ്ങി വരികയാണ്, ജീവനിലേക്ക് മടങ്ങി വരികയാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തിയെ ഞങ്ങളിപ്പോൾ ജീവനിലേക്ക് ഞങ്ങളിപ്പോൾ വിളിച്ചു വരുത്തുന്നു. കർത്താവേ, ഒരു പ്രഷ്യസ് ലൈഫ്, വിലയേറിയ ഒരു ജീവിതം അങ്ങ് കൊടുത്തിട്ടുണ്ടല്ലോ. ആ ജീവൻ നഷ്ടമാക്കാതെ യേശുവിന് വേണ്ടി ജീവിക്കുന്ന വിധത്തിലേക്ക് അങ്ങ് ആ വ്യക്തിയെ കൊണ്ടുവന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. രക്തത്തിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ, ഒന്നല്ല ഒന്നിലധികമുള്ള വ്യക്തികളുണ്ട്. രക്തത്തിന്റെ അളവ്, ഹീമോഗ്ലോബിന്റെ അളവ് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. ഹീമോഗ്ലോബിന്റെ അളവ് ഈ ദിവസങ്ങളിൽ വർദ്ധിക്കാൻ തുടങ്ങട്ടെ. അടുത്ത റിപ്പോർട്ടിൽ അത് നോർമലായി തീരട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാവിൽ ക്യാൻസർ ഉള്ള ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. നാവിൽ ക്യാൻസർ ഉള്ള ഒരു വ്യക്തിയെ കർത്താവ് പറയുന്നു, ഇപ്പോൾ നിന്നെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. ആ നാവിലേക്ക് കൈവിരൽ വെക്കുക. യേശുവിന്റെ നാമത്തിൽ ആ ക്യാൻസർ ഇപ്പോൾ തന്നെ പൂർണ്ണമായി സൗഖ്യമാകട്ടെ. ജീവനിലേക്ക് ആ വ്യക്തി മടങ്ങി വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സൗഖ്യത്തിന്റെ കരം നീട്ടിയതിനായി നന്ദി. എല്ലാവിധമായ പ്രശ്നങ്ങളും ഈ വ്യക്തികളെ വിട്ട് മാറിപ്പോകട്ടെ. കർത്താവേ, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ അവർക്ക് ജനിക്കട്ടെ. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്തതിനായി ഞങ്ങൾ ഒരുമിച്ച് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ
ആമേൻ, ആമേൻ, ആമേൻ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകൾക്ക് വരാനായിട്ട് നിങ്ങൾ മറക്കരുത്. ഇന്ന് കണ്ണൂരിലാണ് നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നടന്ന അതേ ഹാളിൽ തന്നെയാണ് ഇന്ന് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത്. നാളെ കോഴിക്കോട്. അതുകൊണ്ട് ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് വരണം, പങ്കെടുക്കണം. ദൈവം അനുവദിച്ചാൽ ഈ ഞായറാഴ്ച കോഴിക്കോട് നമ്മുടെ ബ്ലെസ്സിംഗ് സെന്റർ തുടങ്ങാനായി പോകുകയാണ്. ഞാൻ അവിടെ ഉണ്ടായിരിക്കും. ഒരുമിച്ച് നമുക്ക് കർത്താവിനെ അവിടെ ആരാധിക്കാൻ സാധിക്കും. നിങ്ങളെ എല്ലാവരെയും നാളത്തെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിലേക്കും അതുപോലെ ഈ ഞായറാഴ്ച നടക്കുന്ന ബ്ലെസ്സിംഗ് സെന്ററിന്റെ ആരാധനയിലേക്കും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവായ യേശുവിനെ അവിടെ ഉയർത്താം. അടുത്ത ആഴ്ചയിൽ ബ്ലെസ്സിംഗ് ടുഡേയിലൂടെ വീണ്ടും കാണാം. ബൈബിൾ ന്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: കർത്താവ് തന്റെ രഹസ്യം അവർക്ക് വെളിപ്പെടുത്താതെ ഒന്നും ചെയ്തിട്ടില്ല. ഈ വാക്യം ബൈബിളിലെ ഏത് പുസ്തകത്തിൽ നിന്നാണ്? The sovereign Lord does nothing without revealing his plans to his servants. In which book is this verse in the Bible? Options: A. മത്തായി 5, B. ലൂക്കോസ് 10, C. യെശയ്യാവ് 10, D. ആമോസ് 3. ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ എത്രയും പെട്ടെന്ന് SMS ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ 9958 9959 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ചരിത്രം അയക്കുന്ന 5 പേർക്ക് OM ബുക്സ് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ്.